നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വിഷൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ഉണ്ടല്ലോ, ഒരു വിഷൻ്റെ പുറത്താണ് നമ്മളിതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വിഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് രണ്ട് ചിന്തകളിൽ നിന്നാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിക്വയർമെൻറ്റാണ്. റിക്വയർമെൻറ്റ് വെച്ചാൽ അക്ലൈഡ്സ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് വേണ്ട മാൻ പവർ റിക്വയർമെൻറ്റ്സ് വരുമ്പം പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ സ്കിൽ സെറ്റും ആറ്റിറ്റ്യൂഡും ലാംഗ്വേജും ഒക്കെയുള്ള ആൾക്കാർ കിട്ടാനായിട്ട് വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു കരിയർ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് വന്നൊരു കാര്യമാണ് അക്കാഡമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴോ തുടങ്ങാൻ പറ്റുന്ന കാര്യമായിരുന്നു. നമുക്കത് ഇത്രയും സമയം എടുത്തതും അതുകൊണ്ടാണ്. നമ്മൾ വി ആർ ഫുള്ളി എക്വിപ്ഡ് നൗ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നമുക്ക് ട്രെയിനിങ് ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം അക്ലൈഡ്സ് ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിലും കേരള ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലോട്ട് വന്നതാണ്. അപ്പം എത്രത്തോളം ഇവിടുത്തെ സാഹചര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞാലും, അത് പൊളിറ്റിക്കൽ ലെവലിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ ഒക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും, ഇവിടെ ഇതിനൊക്കെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെയുള്ള അതിനുള്ളൊരു പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ കുട്ടികൾക്കുൾപ്പെടെ നമ്മുടെ ആൾക്കാർക്ക് മലയാളീസിൻ്റെ പൊട്ടൻഷ്യലെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവരെല്ലാവരും, ഒരു യങ്സ്റ്റേഴ്സ് എല്ലാവരും ഏറിയ പങ്കും പുറത്തേക്ക് പോകുന്നതുള്ളൊരു വലിയൊരു സാമൂഹിക വിപത്തുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതിന് പകരം എന്ത് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. കാര്യം അതൊരു അറിയില്ല എന്തുകൊണ്ടാണെന്ന്, പക്ഷേ അതൊരു പെയിനായിട്ടുള്ളിലുണ്ട്. കാര്യം ഇത് എന്താവും ഇതിൻ്റെ ഭാവി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ വൃദ്ധന്മാർ മാത്രമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മാറി വരാം. അപ്പോൾ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ചെറിയ എഫേർട്ട് ആയിരിക്കും, ചെറിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കതിന് കുറച്ച് കുട്ടികളെ നമുക്ക് ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് പോലുള്ള മേഖലയിലോട്ട് സംഭാവന ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ, എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് ഇത്തരത്തിലുള്ള വർക്ക് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു നാടിനെ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന ഒരു നാടിനെ, അല്ലെങ്കിൽ കേരളത്തെ മൊത്തമായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഫേർട്ട് ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ദെയർബൈ വി ക്യാൻ റീറ്റെയിൻ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, കൂടുതൽ നല്ല ബെറ്റർ സാലറി കൊടുക്കുക എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മളുടെ കോഴ്സ് ഏത് പഠിച്ചിറങ്ങിയാലും മിനിമം ഒരു 30,000 സാലറിയിലെങ്കിലും ആദ്യത്തെ പ്ലേസ്മെൻറ്റെങ്കിലും കിട്ടുക എന്നുള്ള രീതിയിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അതിനുള്ള ഒരു രീതിയിലോട്ട് ട്രെയിൻ ചെയ്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അവരുടെ കഴിവാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പഠിക്കുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവരുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു കളമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ വിഷൻ.